നമസ്കാരം. ഞാൻ ജയപാർവതി, ഡെന്റൽ സർജൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്നത് RCT ശേഷം ക്രൗൺ വെക്കുമ്പോൾ അത് ഏതൊക്കെ ടൈപ്പുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൗൺസ് ഉണ്ട്, ഏതൊക്കെയാണെന്നാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ അക്രിലിക് ക്രൗൺസ്. അക്രിലിക് ക്രൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് വെക്കുന്നതാണ്. അതായത് ടൂത്ത് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പെർമനൻറ്റ് വെക്കുന്നതിൻ്റെ കാലയളവ് വരെ താൽക്കാലികമായിട്ട് വെക്കുന്നതാണ് അക്രിലിക് ക്രൗൺ. രണ്ടാമത്തത് മെറ്റൽ ക്രൗൺസ് ആണ്. മെറ്റൽ ക്രൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മുന്നിലത്തെ പല്ലുകൾക്ക് വെക്കാറില്ല, പുറകിലത്തെ പല്ലുകൾക്കാണ് മെറ്റൽ ക്രൗൺസ് യൂസ് ചെയ്യുന്നത്. സിൽവർ കളർ ആയിരിക്കും, കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ മെറ്റൽ സെറാമിക് ക്രൗൺസ് ആണ്. മെറ്റൽ സെറാമിക് ക്രൗൺസ് ആണെങ്കിൽ മുന്നിലത്തെയും പുറകിലത്തെയും പല്ലിനും യൂസ് ചെയ്യുന്നതാണ്. അതാണെങ്കിൽ ഒരു പുറത്ത് ഒരു കോട്ടിങ് കാണും, സെറാമിക് കളറിൽ പല്ലിൻ്റെ കളറിലെ ഒരു കോട്ടിങ് കാണും. നമ്മൾ പല്ല് എത്രത്തോളം തേയ്മാനം ഉണ്ടാവോ, ചവയ്ക്കുമ്പോഴൊക്കെ തേയ്മാനം ഉണ്ടായിട്ട് സെറാമിക് കോട്ടിങ് പോയിട്ട് മെറ്റൽ കളർ എക്സ്പോസ് ആവാൻ ചാൻസസ് കൂടുതലുണ്ട്. അടുത്തതാണ് കൂടുതലും റെക്കമെൻഡഡ് ആയിട്ടുള്ള സിർക്കോണിയം ക്രൗൺസ്. അത് പല്ലിൻ്റെ കളറിലായിരിക്കും, കുറച്ചുകൂടെ എക്സ്പയറി കിട്ടുന്ന ഒരു സംഭവമാണ് സിർക്കോണിയം ക്രൗൺസ്. കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സിർക്കോണിയം ക്രൗൺസ് ആണ്. കൂടുതൽ എക്സ്പയറിയും കുറച്ചുകൂടെ സ്ട്രോങ്ങും ആണ്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഈ പേജ് ഫോളോ ചെയ്യുക.